ഓക്കെ, നമ്മൾ ഇതുവരെ നോക്കിയത് 1 ഡയമെൻഷണൽ പ്രോബ്ലംസ് ആയിരുന്നു, ട്രസ്സും ബീമിൻ്റെയും പ്രോബ്ലംസ് ആയിരുന്നു. ഇനി നമ്മൾ അങ്ങോട്ട് നോക്കാൻ പോകുന്നത് 2 ഡയമെൻഷണൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഇത് 2 ഡയമെൻഷണൽ ആദ്യത്തെ ഒരു പ്രോബ്ലമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. എ 10 mm തിക്ക് പ്ലേറ്റ് വിത്ത് എ ഹോൾ ഓഫ് റേഡിയസ് 10 mm ഈസ് സ്ട്രെസ്ഡ് ആസ് ഷോൺ ഇൻ ദി ഫിഗർ. അതായത് ഇങ്ങനൊരു പ്ലേറ്റ് ഉണ്ട്, ആ പ്ലേറ്റിന് ഇവിടുത്തെ ഡയമെൻഷൻ 200 തന്നിട്ടുണ്ട്, ഇവിടെ 100 തന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു തിക്നെസ് ഇസ് ഡയറക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു തിക്നെസ് ഉണ്ട്. ആ തിക്നെസ് എന്ന് പറയുന്നത് 10 mm ആണ്. സോ ആ തിക്നെസ് ത്രൂ ഔട്ട് കോൺസ്റ്റൻ്റ് ആണ്. So using any FEM software, analyze the problem and determine the stress developed in the x direction at point A and B. A, B എന്ന് പറയുന്ന രണ്ട് പോയിന്റ്സ് ഉണ്ട്. ഈ പോയിന്റ്സിൽ എക്സ് ഡയറക്ഷനിൽ എത്ര സ്ട്രെസ് ഉണ്ടായി എന്നുള്ളത് കണ്ടുപിടിച്ച് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓൾസോ ഡിസ്പ്ലേ ദി ഡീഫോർമേഷൻ ആൻഡ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ കോണ്ടൂർ പ്ലോട്ട്സ്. ടേക്ക് E is equal to Young's modulus Poisson's ratio വാല്യൂ തന്നിട്ടുണ്ട്. ഡയമെൻഷൻസ് എയും ബിയും 200, 100. അതേപോലെ അപ്ലൈ ചെയ്യുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് 100 Nm/mm². ആണ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ലെങ്ത്തിൻ്റെ യൂണിറ്റ്സ് എല്ലാം മില്ലിമീറ്റേഴ്സിലും നമ്മുടെ ഫോഴ്സസിൻ്റെ യൂണിറ്റ്സ് എല്ലാം ന്യൂട്ടൺസിലും. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ എടുക്കാം. ഇനി ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ എൻ്റർ ചെയ്യുന്ന എല്ലാ വാല്യൂസും ആ ഒരു യൂണിറ്റ് നമ്മൾ ഫോളോ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സോ ഇപ്പോൾ ഈ ഒരു പ്രോബ്ലം നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇതിനെ എനിക്കൊരു ആക്സിസിമെട്രിക് പ്രോബ്ലമായിട്ട് കൺവേർട്ട് ചെയ്യാം. അതായത് ഈ പ്ലേറ്റിൻ്റെ ഒരു ക്വാർട്ടർ പാർട്ട് എടുക്കുകയാണെങ്കിൽ, ഇതേപോലൊരു പാർട്ട് എടുക്കുകയാണെങ്കിൽ അതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് വൈ ആക്സിസ് നോക്കിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് സിമെട്രിക് ആക്കാൻ പറ്റും. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു 2 ആക്സിസ്. നമ്മളിത് എടുക്കാൻ പോകുന്നത് ഒരു ആക്സിസിമെട്രിക് പ്രോബ്ലമായിട്ട് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇതിൻ്റെ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും ഫുള്ളായിട്ട് മോഡൽ ചെയ്യേണ്ട കാര്യമില്ല, ഇത്രയും പാർട്ട് മാത്രം മോഡൽ ചെയ്താൽ മതിയാകും. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ്. ആൻഡ് വി നീഡ് ടു ഹാവ് ഓപ്പൺ മെക്കാനിക്കൽ APDL. അതിനകത്ത് നമ്മൾ റുട്ടീൻ സാധനം, അതായത് പ്രിഫറൻസസ് എടുക്കുക, സ്ട്രക്ചറിലാണ് ഓക്കെ, പ്രീ പ്രോസസർ എടുക്കുക, എലമെൻറ്റ് ടൈപ്പ് എടുക്കുക, ആഡ് എഡിറ്റ് ഓർ ഡിലീറ്റ്, ആഡ് കൊടുക്കുക. നമുക്കിവിടെ 2 ഡയമെൻഷണൽ പ്രോബ്ലം ആണ്, അതായത് സോളിഡിൻ്റെ പ്രോബ്ലം ആണ്. ഓക്കെ, ആൻഡ് വി ആർ സെലക്ടിങ് 40182. ഓക്കെ കൊടുക്കുക. അപ്പോൾ പ്ലെയിൻ 182 സെലക്ട് ആയി. ഇനി നമുക്ക് ഇതിനകത്ത് ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പ്ലെയിൻ സ്ട്രെസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്കിവിടെ ഒരു 2 ഡയമെൻഷണൽ അല്ല, ശരിക്കും ഇതൊരു 3 ഡയമെൻഷണൽ പ്രോബ്ലം അല്ലേ. നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ആ തിക്നെസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എലമെൻറ്റ് ബിഹേവിയർ K3 നമ്മൾ പ്ലെയിൻ സ്ട്രെസ് വിത്ത് തിക്നെസ് ആക്കും. പ്ലെയിൻ സ്ട്രെസ് W/THK എന്ന് പറയുന്നത് പ്ലെയിൻ സ്ട്രെസ് വിത്ത് തിക്നെസ് ആണ്. സോ ഓക്കെ കൊടുക്കും. ഇപ്പോൾ നമ്മളവിടെ ഒരു പ്ലെയിൻ സ്ട്രെസ് വിത്ത് തിക്നെസ് കൊടുത്തുകൊണ്ട് നമുക്കൊരു തിക്നെസ്സിൻ്റെ വാല്യൂ എൻ്റർ ചെയ്യണം. അത് എൻ്റർ ചെയ്യാൻ നമ്മൾ റിയൽ കോൺസ്റ്റൻസിലേക്ക് കയറാണ്. റിയൽ കോൺസ്റ്റൻസ് നമ്മൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, 2 ഡയമെൻഷനിലാണ് ആദ്യമായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ആഡ് എഡിറ്റ് ഓർ ഡിലീറ്റ് കൊടുക്കുക, ആഡ് കൊടുക്കുക. അപ്പോൾ പ്ലെയിൻ 182 എന്ന് കാണിക്കുന്നുണ്ട്, ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോൾ കണ്ടോ THK തിക്നെസ് എന്ന് പറയുന്നത് എത്രയാണ്, 10 mm ആണ് പറയുന്നത്. സോ 10 എന്ന് കൊടുത്തു. ഞാൻ എല്ലാ മില്ലിമീറ്ററിലാണ് അപ്ലൈ ചെയ്യുന്നത്. സോ ഓക്കെ കൊടുത്തു. അപ്പോൾ റിയൽ കോൺസ്റ്റൻസ് ഡിഫൈൻഡ് ആയി. അടുത്ത് നമുക്ക് മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് ആണ് കൊടുക്കേണ്ടത്. മെറ്റീരിയൽ മോഡൽസ്, സ്ട്രക്ചറൽ, ലീനിയർ, ഇലാസ്റ്റിക്, ഐസോട്രോപിക്. ഐസോട്രോപ്പിക്കിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2E11 ആണ്. പക്ഷേ Nm/mm² ആകുമ്പം ദാറ്റ് വിൽ ബിക്കം 2E5 ആൻഡ് ദി പോയ്സൺസ് റേഷ്യോ ഇസ് 0.3. സോ ദാറ്റ് വി ഗിവ് ഓക്കെ. മെറ്റീരിയൽ മോഡൽസ് കഴിഞ്ഞ് നമുക്ക് സെക്ഷൻസിനൊന്നും കൊടുക്കേണ്ട കാര്യമില്ല, നമുക്ക് ഡയറക്റ്റ് മോഡലിങ്ങിലേക്കാണ് പോകേണ്ടത്. നമുക്കിവിടെ എന്താണ് മോഡൽ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. നമുക്ക് ഒരു ക്വാർട്ടർ ഓഫ് ദി പ്ലേറ്റ് മോഡൽ ചെയ്താൽ മതി. ഇത് മൊത്തം 200 ആണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പാർട്ടിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 100 ആണ്. ഇത് മൊത്തം 100 ആണ്. സോ ഇതിൻ്റെ ഇത്രയും ലെങ്ത് എന്ന് പറയുന്നത് 50 ആണ്. അവിടെ ഒരു ക്വാർട്ടർ ഓഫ് എ സർക്കിൾ നമ്മൾ റിമൂവ് ചെയ്ത് കളയണം. 10 mm റേഡിയസ് ഉള്ള ഒരു ക്വാർട്ടർ ഓഫ് എ സർക്കിൾ, ഇതിൻ്റെ റേഡിയസ് 10 mm ആണെന്ന് തന്നിട്ടുണ്ട്. ക്വാർട്ടർ ഓഫ് എ സർക്കിൾ റിമൂവ് ചെയ്ത് കളയണം. സോ അത് റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം മോഡലിങ്ങിൽ പോവുക. ക്രിയേറ്റിനകത്ത് നമുക്ക് ഏരിയാസ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഒരു റെക്റ്റാങ്കിൾ ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ബൈ 2 കോർണേഴ്സ് കൊടുക്കാം. അതിനകത്ത് മിഡ് പോയിന്റ് 00 അല്ല സോറി ലെഫ്റ്റ് ബോട്ടം എക്സ്ട്രീം പോയിന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ 00 കൊടുത്തു. അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 100ഉം ഹൈറ്റ് എന്ന് പറയുന്നത് 50 ആണ്. സപ്ലൈ. സോ ഇതാണ് എനിക്ക്
വേണ്ടുന്ന ഈ ഒരു റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് നിന്ന് ഞാൻ എന്ത് കട്ട് ചെയ്യണം? 10 മില്ലിമീറ്റർ ഉള്ള ഒരു ഹോള് കട്ട് ചെയ്യണം. ഞാൻ ആദ്യം 10 മില്ലിമീറ്റർ ഉള്ള ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. സോ സോളിഡ് സർക്കിൾ വിത്ത് സെൻറ്റർ 0, 0 ആൻഡ് റേഡിയസ് 10 ആൻഡ് ഐ ക്ലിക്ക് OK. So this is my this is what I have created using modeling. Now ചെയ്യേണ്ടതെന്ന് പറയുന്നത് എനിക്ക് ഇതിനകത്ത് നിന്ന് ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയക്കകത്ത് നിന്ന് ഈ സർക്കിളിൻ്റെ ഏരിയ ഡിലീറ്റ് ചെയ്ത് കളയണ്ടേ. സോ ഡിലീറ്റ് ചെയ്യാനായിട്ട് ഓപ്പറേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓപ്പറേറ്റിനകത്ത് ബൂളിയൻസിനകത്ത് സബ്ട്രാക്ട് ഏരിയാസ്. സോ ആദ്യത്തെ ഏരിയ പിക്ക് ചെയ്യുക, OK കൊടുക്കുക. രണ്ടാമത്തെ ഏരിയ പിക്ക് ചെയ്യുക, OK കൊടുക്കുക. സോ ഇപ്പോൾ നമുക്ക് പ്ലേറ്റ് വിത്ത് എ ഹോളിൻ്റെ ഒരു ക്വാർട്ടർ സെക്ഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ക്വാർട്ടർ സെക്ഷൻ കിട്ടിയാൽ മാത്രം പോരാ, ആദ്യം ഇത് ആക്സിസിമെട്രിക് ആണല്ലേ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുണ്ട്, അത് നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ഈ ഒരു ഡയറക്ഷനിൽ, അതായത് എക്സ് ഡയറക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ 0 ആക്കി കൊടുക്കണം. ഇൻ ഓർഡർ ടു സേ ദാറ്റ് ദിസ് പോർഷൻ ഈസ് ആക്സിസിമെട്രിക്. അതേപോലെ ഇവിടെ നമുക്ക് ഇങ്ങോട്ടേക്ക് താഴേക്കൊരു ഏരിയ ഉണ്ടായിരുന്നു, അത് നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞാണ്. അപ്പോൾ അവിടുത്തെ റിയാക്ഷൻ നമ്മൾ കൊടുക്കണം. റിയാക്ഷൻ എന്ന് പറയുന്നത് വൈ ഡയറക്ഷനിലുള്ളത് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയിട്ട് എടുക്കണം. സോ അതാണ് നമ്മൾ അടുത്ത കൊടുക്കാൻ പോകുന്നത്. പക്ഷേ അതിന് മുന്നേ നമ്മൾ മെഷിങ് കംപ്ലീറ്റ് ചെയ്യണം. മെഷിങ് എടുക്കുക, സൈസ് മെഷ് ടൂൾസ് എടുക്കുക. ഇവിടെ ഏരിയാസ് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോൾ എലമെൻറ്റ് എഡ്ജ് ലെങ്ത് വേണമെങ്കിൽ നമുക്ക് 0. നമ്മുടെ എന്ന് പറയുന്നത് 100 മില്ലിമീറ്റർ ആണ്. സോ നമുക്ക് വേണമെങ്കിൽ നല്ല ചെറിയൊരു ഇത് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു 1 or 2 ഒക്കെ കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ മെഷിലേക്ക് പോവുകയാണ്. പിക്കോൾ കൊടുക്കുക. സോ ഇതാണ് നമുക്ക് വളരെ ചെറിയൊരു റിഫൈൻഡ് ആയിട്ടുള്ള ഒരു മെഷീനാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. സോ മെഷീൻ കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ലോഡ്സിലേക്ക് പോവുക. നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ആദ്യം ഓൺ ലൈൻസ് ആണ് കേട്ടോ. ആദ്യം ഈ ലൈൻ പിക്ക് ചെയ്യുക, OK കൊടുക്കുക. ഇവിടെ ഏത് ഡയറക്ഷനിലാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് ഒരു ഏരിയ ഉണ്ടായിരുന്നത്, അതാണ് നമ്മൾ റിമൂവ് ചെയ്തത്. സോ ഈ ഡയറക്ഷനിലുള്ളതാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് UX എന്ന് പറയുന്നത് 0 ആക്കി അപ്ലൈ കൊടുത്തു. അടുത്ത് ഈ ലൈൻ ഇങ്ങോട്ടേക്കുള്ളത് നമ്മൾ റിമൂവ് ചെയ്തതിൻ്റെ OK കൊടുക്കുക, അത് UY 0 കൊടുത്തു. സോ നമ്മൾ ആക്സിസിമെട്രിക് ബൗണ്ടറി കണ്ടീഷൻസ് കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇവിടെ ഈ സ്ട്രെസ്സ് കൊടുക്കാമെന്നാണ്. സ്ട്രെസ് എന്ന് പറയുന്നത് പ്രഷറിന് ഇക്വലൻ്റ് ആണ്. സോ ലോഡ്സിനകത്ത് പ്രഷർ ഓൺ ലൈൻസ്, ഓൺ ഏരിയാസ് അല്ല, ഓൺ ലൈൻസ് കൊടുക്കുക. ഈ ലൈൻസ് ക്ലിക്ക് ചെയ്യുക, OK കൊടുക്കുക. പ്രഷറിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 100 Nm/mm² ആണ് പറയുന്നത്. പക്ഷേ അത് എവേ ഫ്രം ദി ബോഡി ആയതുകൊണ്ട് നമ്മൾ -100 എന്ന് കൊടുക്കണം. സോ -100, ദാറ്റ് മീൻസ് ഇറ്റ്സ് ആക്ടിങ് എവേ ഫ്രം ദി ബോഡി. സോ ഇതാണ് നമ്മുടെ പ്രീ പ്രോസസ് പാർട്ട്. പ്രീ പ്രോസസ് പാർട്ട് കഴിഞ്ഞാൽ അടുത്ത സൊല്യൂഷൻ പാർട്ടാണ്. എഗെയിൻ സോൾവ്, കറണ്ട് ലോഡ് സ്റ്റെപ്പ് കൊടുക്കുക, OK കൊടുക്കുക. നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ കിട്ടി. സോ നമുക്കിതിൻ്റെ സൊല്യൂഷൻ കിട്ടി. അടുത്ത് നമുക്കിനി എന്തൊക്കെയാണ് കണ്ടെത്താൻ ചോദിച്ചിട്ടുള്ളതെന്ന് നോക്കാം. Using FEM software, analyze the problem and determine the stress developed in the X direction at point A and B. പോയിന്റ് എയിലെയും ബിയിലെയും X ഡയറക്ഷനിലുള്ള സ്ട്രെസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് കണ്ടുപിടിക്കാം. അതിന് മുന്നേ നമുക്ക് ഈ ഡിസ്പ്ലേ ചെയ്ത് ഡീഫോർമേഷൻ ആൻഡ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ കോണ്ടർ പ്ലോട്ട് പറഞ്ഞിട്ടില്ലേ, അപ്പോൾ അത് നമുക്കൊന്ന് നോക്കിയോ. ഓക്കെ, അപ്പോൾ ആദ്യം ഡീഫോർമേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. സോ ജനറൽ പോസ്റ്റ് പ്രോസസ്സിംഗ് എപ്പോഴും റീഡ് റിസൾട്ട് പോയിട്ട് ലാസ്റ്റ് സെറ്റ് എടുക്കുക, അത് മറക്കരുത്. പ്ലോട്ട് റിസൾട്ട്സ് പോവുക, ഡിഫോം ഷേപ്പ് ഒന്ന് നോക്കി നോക്കാം. സോ ഇങ്ങനെയാണ് ഡിഫോർമേഷൻ വന്നിട്ടുള്ളത്. എവിടെ കോണ്ടർ പ്ലോട്ടാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ നോഡൽ സൊല്യൂഷൻ, DOF സൊല്യൂഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ സം എടുക്കാം. സോ ഇങ്ങനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് വന്നിട്ടുള്ളത്. X കമ്പോണൻ്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെയാണ് വരുന്നത്, കാരണം Y കമ്പോണൻ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ഒന്നുമില്ല. സോ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ സമ്മും X കമ്പോണൻ്റ് സെയിം ആയിരിക്കും. സോ ദിസ് ഈസ് യുവർ displacement plot. So you can capture this image and you can save. This is the nodal deformation. നോഡൽ ഡിഫോർമേഷൻ്റെ കൂടെ അതേപോലെ ചോദിച്ചിട്ടുള്ള മറ്റൊരു കാര്യം സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു. എഗെയിൻ എലമെൻറ്റ് സൊല്യൂഷൻ അകത്തേക്ക് പോവുക, സ്ട്രെസ്സസ് വോൺ മൈസസ് എടുക്കുക, OK കൊടുക്കുക. സോ ദിസ് ഈസ് യുവർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ. കാരണം ഈ ഒരു ഏരിയയിൽ മാത്രമേ സ്ട്രെസ്സസ് കൂടുതലും ഡെവലപ്പ് ചെയ്യുന്നുള്ളൂ.
Okay, so this is your ഇതേപോലെ നമുക്ക് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ കോണ്ടൂർ പ്ലോട്ട് ഇതേപോലെ നമുക്ക് ക്യാപ്ചർ ചെയ്യാം. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ള രണ്ട് കാര്യമാണ്. ഒന്നെന്ന് പറയുന്നത് എ ബി രണ്ട് പോയിന്റ്സ് ഉണ്ട്. എ എന്ന് പറയുന്നത് ഇവിടുത്തെ പോയിന്റാണ്, ബി എന്ന് പറയുന്നത് ഇവിടുത്തെ പോയിന്റാണ്. ഈ രണ്ട് പോയിന്റിലെയുമുള്ള സ്ട്രെസ്സസ് കണ്ടുപിടിക്കുക, എക്സ് ഡയറക്ഷനിലുള്ള സ്ട്രെസ് കണ്ടുപിടിക്കാമെന്നാണ് ചോദിക്കുക. നമുക്ക് എലമെൻറ്റ് സൊല്യൂഷനിൽ പോയിട്ട് നമുക്ക് ആദ്യം നമ്മുടെ സ്ട്രെസ്സസ് ചോദിക്കുന്ന സമയത്ത് വേണമെങ്കിൽ എക്സ് കമ്പൗണ്ട് എടുക്കാം കേട്ടോ. എക്സ് കമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ ഞാൻ വോൺ മൈസസ് പറഞ്ഞെങ്കിലും നമുക്കിവിടെ സ്ട്രെസ് ഡെവലപ്ഡ് ഇൻ എക്സ് ഡയറക്ഷൻ ചോദിച്ചതുകൊണ്ട് നമുക്കിവിടെ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ എക്സ് ഡയറക്ഷനിൽ സേവ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. സോ ഈ ഒരു പ്ലോട്ട് സേവ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ നമ്മൾ നേരത്തെ വോൺ മൈസസ് എടുക്കുന്നതിനെ കാട്ടി. ഇവിടെ അങ്ങനെ ചോദിച്ചതുകൊണ്ടാണ്. ഓക്കെ, സോ ഐ തിങ്ക് ഓക്കെ നമുക്ക് നോക്കാം. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു മെയിനായിട്ടുള്ള കാര്യം എയിലും ബിയിലുമുള്ള സ്ട്രെസ്സസ് ഇൻ എക്സ് ഡയറക്ഷൻ ആണ് ചോദിച്ചത്. ആദ്യം എയിലും ബിയിലുമുള്ള നോഡ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. സോ നമ്മൾ പ്ലോട്ട് കൺട്രോൾസിൽ പോയി നമ്പറിങ് ഓൺ ചെയ്തിടാം, നോട്ട് നമ്പറിങ് ഓൺ ചെയ്തിടാം. നോട്ട് നമ്പറിങ് ഓൺ ചെയ്തപ്പോൾ ഒരുപാട് നമുക്ക് നോട്ട് നമ്പേഴ്സ് വരുന്നുണ്ട്. നമ്മളൊന്ന് അതിനെ നന്നായിട്ട് സൂം ചെയ്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള നോഡ് ഏതാണ് എന്നുള്ള രീതിയിൽ ആ ഒരു രീതിയിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കാം, ആ നോട്ട് നമ്പർ കിട്ടുന്ന രീതിയിൽ. ഓക്കെ, ബി എന്ന് പറയുന്നത് 2 ആണ്. ബി എന്ന് പറയുന്നത് കണ്ടോ ഇവിടെ 2 ആണ് നോട്ട് നമ്പറിംഗ് എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്നത് 2 ആണ്. എ എത്രയാണെന്ന് നമുക്ക് നോക്കാം. എയും അതേപോലെ ഇവിടെ നമുക്ക് വാല്യൂ കിട്ടും. നമ്മൾ കുറച്ചും കൂടെ ഒന്ന് സൂം ചെയ്താൽ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് സൂം ചെയ്ത് നോക്കാം. ഇത് 242 ആണ്. ഒരു എം എക്സ് മുകളിലേക്ക് വന്നുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. 242 ആണ്. സോ എ എന്ന് പറയുന്നത് 242ഉം ബി എന്ന് പറയുന്നത് 2ഉമാണ്. നമ്മളിനി ലിസ്റ്റ് റിസൾട്ടിനകത്ത് പോയിട്ട് എലമെൻറ്റ് സൊല്യൂഷനകത്ത് സ്ട്രെസ്സസ് ഇൻ എക്സ് കമ്പൗണ്ടാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് അല്ലേ. സ്ട്രെസ്സസ് ഇൻ എക്സ് കമ്പൗണ്ട് ചോദിക്കുകയാണെങ്കിൽ ഓക്കെ വെയിറ്റ്, നമുക്ക് നോഡൽ സൊല്യൂഷനാണ് വേണ്ടത്. നോഡൽ സൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ സ്ട്രെസ്സസ് ഇൻ എക്സ് ഡയറക്ഷൻ ചോദിക്കുകയാണെങ്കിൽ ബി എന്ന് പറയുന്ന പോയിന്റിൽ ഇതാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അതായത് -9.0345 എന്താണ് മെഗാ പാസ്കൽ, ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. അതേപോലെ ഇപ്പോൾ 242 ആണല്ലേ നമുക്ക് വേണ്ട. 242 242ൽ ഇതാണ് വരുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് 319.32. സോ എക്സ് കമ്പൗണ്ട് ഓഫ് സ്ട്രെസ് ആണ്, അത് എക്സ് കമ്പോണൻ്റ് ഓഫ് സ്ട്രെസ് ആണ്. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ നോക്കണം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ 2 ഡയമെൻഷനുള്ള ഈ ഒരു പ്ലേറ്റിൻ്റെ പ്രോബ്ലം ചെയ്യുന്നത്. സോ ഇങ്ങനെയാണ് നിങ്ങൾ ആ പ്രോബ്ലം ചെയ്യേണ്ടത്. അടുത്ത നമുക്ക് കാൻഡിലിവർ പ്ലേറ്റിന് നോക്കാം. അടുത്ത ഒരു വീഡിയോ ആയിട്ട് അത് അപ്ലോഡ് ചെയ്യാം.